ബലാത്സംഗ കേസിൽ മോൻസൺ മാവുങ്കലിനെ കോടതി വെറുതെ വിട്ടിരിക്കുന്നു. എറണാകുളം പോക്സോ കോടതിയുടേതാണ് നടപടി. മാനേജറായിരുന്ന പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത് ഗർഭിണിയാക്കിയെന്നാണ് കേസ്. അന്വേഷണ ഉദ്യോഗസ്ഥർ ഭീഷണിപ്പെടുത്തി തന്റെ മൊഴി എടുത്തതാണെന്ന് പെൺകുട്ടി കോടതിയിൽ മൊഴി നൽകിയിരുന്നു. വിശദാംശങ്ങളുമായി ഡാനി പോൾ ചേരുന്നു. ഡാനി, ഈ മോൻസൺ മാവുങ്കൽ, പുരാവസ്തു തട്ടിപ്പുകാരനായിട്ടുള്ള മോൻസൺ മാവുങ്കലിനെതിരെ 4 ബലാത്സംഗ കേസുകളായിരുന്നല്ലോ രജിസ്റ്റർ ചെയ്തത്. നേരത്തെ 2 കേസുകളിൽ കോടതി വെറുതെ വിട്ടിരുന്നു. ഇപ്പോൾ 3ാമത്തെ കേസിൽ വെറുതെ വിട്ടിരിക്കുന്നു. ഇനി 4ാമതൊരു കേസ് കൂടിയുണ്ട്. ആ കേസിലും എന്തായിരിക്കും നടപടി ഉണ്ടാകാൻ പോകുക? ഇപ്പോൾ ഈ കേസിൽ ഏത് സാഹചര്യത്തിലാണ് മോൻസൺ മാവുങ്കലിനെ കോടതി വെറുതെ വിട്ടിരിക്കുന്നത് ഡാനി? ടോം, മോൻസൺ മാവുങ്കൽ അദ്ദേഹത്തിൻ്റെ മാനേജറായിരുന്ന പെൺകുട്ടിയെ അവരെ ബലാത്സംഗം ചെയ്ത് ഗർഭിണിയാക്കി പിന്നീട് ഗർഭം അലസിപ്പിച്ചു എന്നതാണ് പരാതിയുമായി വരുന്ന കേസെടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഉണ്ടായിരുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് മോൻസൺ മാവുങ്കൽ പിന്നീട് 4 കേസുകൾ അയാൾക്കെതിരെ ചുമത്തപ്പെട്ടു. അതിലൊരു കേസായിരുന്നത് അത് അറസ്റ്റിലാക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഈ 4 കേസുകളിൽ ആദ്യം ഒരു കേസിൽ ശിക്ഷ വിധിച്ചിട്ടുണ്ട്. ഇതിനെതിരെ മോൻസൺ മാവുങ്കൽ അപ്പീലിനെ കോടതിയെ സമീപിച്ചിരിക്കുന്നു. പിന്നീട് വന്ന കേസിൽ മോൻസൺ മാവുങ്കലിനെ വെറുതെ വിടുകയായിരുന്നു കോടതി ചെയ്തിരുന്നത്. ഈ കേസിൽ വേണ്ടത്ര തെളിവുകളോ കാര്യങ്ങളോ സാഹചര്യങ്ങളോ ഇല്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് മോൻസൺ മാവുങ്കലിനെ വെറുതെ വിടുകയും ചെയ്തത്. ഇപ്പോൾ അടുത്ത കേസിൽ കൂടി മോൻസൺ മാവുങ്കലിനെ കേസിൽ കൂടി കുറ്റവിമുക്തനാക്കിയിരിക്കുന്നു എന്നതാണ്, വെറുതെ വിട്ടിരിക്കുന്നു എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. അത് മനസ്സിലാക്കേണ്ടതുമായ ഒരു കാരണം, ഇയാൾക്കെതിരെയുള്ള ചുമത്തപ്പെട്ട ഈ കേസിന് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് ഈ പെൺകുട്ടി നൽകിയ മൊഴി തന്നെയാണ്. ഈ മൊഴിക്ക് എതിരെ, തൻ്റെതായ മൊഴിക്കെതിരെ തന്നെയാണ് പെൺകുട്ടി കോടതിയിൽ പറഞ്ഞിരിക്കുന്നത്. നേരത്തെ ഹൈക്കോടതിയിലേക്ക് അടക്കം ഇത്തരം കാര്യങ്ങൾ വന്നിരിക്കുകയും ചെയ്തിരുന്നു. ഇതിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ തന്നെ നിർബന്ധിച്ച ഈ മൊഴി പറയിപ്പിക്കുകയായിരുന്നു, തന്നെ ഭീഷണിപ്പെടുത്തുകയായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇതിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. DYSP ആയിരുന്ന റസ്ട്രം എന്ന് പറയുന്നത് ADGPക്കെതിരെ, അന്ന് കേസ് അന്വേഷിച്ചിരുന്ന ADGPക്കെതിരെ പറഞ്ഞിട്ടുണ്ട്. ഇവരെല്ലാം തന്നെ നിർബന്ധിച്ച മൊഴി പറയിപ്പിക്കുകയായിരുന്നു. ഈ രീതിയിലാവണം എന്ന രീതിയിൽ പറയുകയായിരുന്നു. തനിക്ക് പുറത്ത് വലിയ സമ്മർദ്ദവും ഭീഷണിയും എല്ലാം തന്നെ. പരാതിക്കാരുടെ മൊഴിയടക്കം വിശദമായി പരിശോധിക്കേണ്ടതാണല്ലോ ഡാനി. അങ്ങനെ ഭീഷണിപ്പെടുത്തി ഒരു യുവതിയിൽ നിന്നും മൊഴിയെടുക്കുന്നു, മോൻസൺ മാവുങ്കലിനെ ബലാത്സംഗ കേസിൽ പെടുത്തുന്നു. പക്ഷേ ആരാണ് അതിന് പിന്നിലെന്ന് ഇവർ വ്യക്തമാക്കുന്നുണ്ടോ? ഈ യുവതി വ്യക്തമാക്കുന്നുണ്ടോ? അതോടൊപ്പം അറിയേണ്ടത്, ഇപ്പോൾ ഈ കേസിൽ 3ാമത്തെ കേസിൽ കൂടി, ബലാത്സംഗ കേസിൽ കൂടി മോൻസൺ മാവുങ്കലിനെ വെറുതെ വിട്ടിരിക്കുന്നു. പക്ഷെ അങ്ങനെ ജയിൽ മോചിതനാകാൻ കഴിയുമോ? ഒരു കേസിൽ തടവ് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിട്ടുള്ളതല്ലേ? മോൻസൺ മാവുങ്കലിൻ്റെ ജയിൽ മോചനം അത്ര കണ്ട് എളുപ്പമാവില്ല. കാരണം ആദ്യത്തെ ഒരു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇയാൾക്ക് കടുത്ത ശിക്ഷ വിധിച്ചിട്ടുണ്ട്. അതിൽ അപ്പീൽ പോയിട്ടുണ്ടെങ്കിലും അതിൻ്റെ നടപടികളും കാര്യങ്ങളും എല്ലാം തന്നെ വൈകും. 2 കേസുകളിൽ ഇപ്പോൾ വെറുതെ വിട്ടിട്ടുണ്ട്. ഇനി ഒരു കേസിൻ്റെ വിചാരണ കൂടി തുടങ്ങാനുണ്ട്. അത് 4ാമത്തെ കേസിൻ്റെ വിചാരണ കൂടി തുടങ്ങാനുണ്ട്. സമാനമായ കേസിൽ തന്നെയാണ്. അത് അടുത്ത മാസമാണ് അതിൻ്റെ നടപടികളടക്കമുള്ള കാര്യങ്ങൾ തുടങ്ങുന്നത്. അപ്പോൾ അത് നീണ്ടുപോകുന്നതിനുള്ള സാധ്യതകൾ തന്നെയാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് ജയിൽ മോചനം എന്നുള്ളത് വളരെ എളുപ്പത്തിൽ സാധ്യമാകുന്ന ഒരു കാര്യമല്ല. കാരണം ഒരു കേസിൻ്റെ കൂടി ട്രയലടക്കം ഇനി ആരംഭിക്കാനുണ്ട്. ശിക്ഷ വിധിക്കപ്പെട്ട ഒരു കേസ് നിലവിലുണ്ട്, അതിൻ്റെ ശിക്ഷ അനുഭവിക്കുകയും വേണം. അപ്പോൾ അത്തരം കാര്യങ്ങൾ കൂടി ഇടപെടലുകൾ ആവശ്യമാണ്. ആദ്യം ശിക്ഷിക്കപ്പെട്ട കേസിൽ അപ്പീലടക്കം നൽകിയിട്ടുണ്ട്. അതിൻ്റെ നിയമ നടപടികൾ വരും ദിവസങ്ങളിലടക്കം ഉണ്ടാകും. പിന്നീട് ട്രയൽ ആരംഭിക്കാനുള്ളൊരു കേസും കൂടി നിലവിലുണ്ട്. ഒപ്പം ടോം ചോദിച്ച മറ്റൊരു ചോദ്യം, ഇതിൽ ആരാണ് ഇതിൻ്റെ പിറകിൽ എന്നതടക്കമുള്ള കാര്യങ്ങൾ പുറത്ത് വരേണ്ടതുണ്ട് എന്ന് തന്നെയാണ്. കാരണം ഈ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇവർ നിർബന്ധിച്ചു ഭീഷണിപ്പെടുത്തി മൊഴി മാറ്റി എന്ന സാഹചര്യം മാത്രമാണ് അവർക്ക് മുന്നിലുള്ളത്. അവർ ഇത്തരം കാര്യങ്ങളാണ് പറഞ്ഞത്. അങ്ങനെയെങ്കിൽ അത് സംബന്ധിച്ച് കൃത്യമായ രീതിയിലുള്ള ഒരു അന്വേഷണമോ കാര്യങ്ങളോ എല്ലാം തന്നെ നടക്കേണ്ടതാണ്. അങ്ങനെയെങ്കിൽ ഒരു ഓർഗനൈസ്ഡായിട്ട് ഏതെങ്കിലും രീതിയിൽ ഇടപെടലുകൾ നടന്നിട്ടുണ്ടോ എന്നതടക്കം ഉള്ള കാര്യങ്ങൾ പുറത്തു വരേണ്ടതാണ്. കാരണം കേരളം വളരെ അധികം ചർച്ച ചെയ്ത വളരെ പ്രമാദമായ ഒരു കേസ് തന്നെയായിരുന്നു ഇത്. അങ്ങനെയെങ്കിൽ ആർക്കാണ് ഈ കേസുകളിലൊക്കെ ഇത്ര താല്പര്യം എന്നതായിരുന്നു, ആരാണ് ഇവരെ ഡ്രൈവ് ചെയ്തത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കപ്പെടേണ്ടതാണ്. അത്തരം കാര്യങ്ങളിലേക്ക് കൂടി വരേണ്ടതാണ്. ഒരുപക്ഷെ പെൺകുട്ടി അടക്കം ഇനി ഒരു പരാതി നൽകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിക്കൂടുന്നില്ല. എന്തായാലും അത്തരം കാര്യങ്ങൾ നമുക്ക് വരും ദിവസങ്ങളിൽ മാത്രമേ അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. നിലവിലിപ്പോൾ മോൻസൺ മാവുങ്കലിൻ്റെ അടുത്ത കേസുകൾ നിന്ന് കൂടി അദ്ദേഹത്തിന് കുറ്റവിമുക്തനാക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ്. ഇനി 4ാമത്തെ കേസിൻ്റെ വിചാരണ നടപടികൾ തുടങ്ങണം. ആദ്യ കേസിൽ ശിക്ഷിക്കപ്പെട്ടതിനെതിരെ ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. 2 കേസുകളിൽ ഇപ്പോൾ
മോൻസൺ മാവുങ്കലിനെ വെറുതെ വിട്ടിരിക്കുന്ന 4ാമത്തെ കേസിന്റെ വിചാരണ ആരംഭിക്കാൻ പോകുന്നു. ആദ്യത്തെ കേസിൽ തന്നെ കുറ്റവിമുക്തനാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് മോൻസൺ മാവുങ്കൽ കോടതിയെ സമീപിക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ആ പെൺകുട്ടിയുടെ മൊഴിയാണ്. തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥർ ഭീഷണിപ്പെടുത്തി മോൻസൺ മാവുങ്കലിനെതിരെ പരാതി എഴുതി വാങ്ങി എന്നതുൾപ്പെടെയുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളും പുറത്തു വരുന്നുണ്ട്.